വിധി കേന്ദ്രത്തിനുള്ള താക്കീത് എന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിക്ക് മാത്രമല്ല, നേരത്തെ ഭരിച്ചിരുന്ന ആളുകളടക്കം ചെയ്തിരുന്ന ആരായാലും ഗവർണർ എന്ന് പറയുന്ന ആ ഒരു പോർട്ട്ഫോളിയോ, ആ ഒരു പദവിയെ അതൊരു ചട്ടുകമാക്കി ഉപയോഗിച്ച എല്ലാവർക്കുമുള്ള തിരിച്ചടിയാണ്. അതിന് ഒരു മുൻകാല പ്രാബല്യത്തോടു കൂടിയുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ താക്കീത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം നിലവിൽ ഭരിക്കുന്ന സർക്കാർ ഇനിയിപ്പോൾ മാറി അന്ന് ഭരിച്ച ആളുകളൊക്കെ തിരിച്ചു വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണല്ലോ. ഇവിടെ പ്രധാനമായും ഈ ഒരു വിധിയിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമയപരിധിയാണ്. ഈ കാലാകാലങ്ങളായി നീട്ടിക്കൊണ്ടു പോകുന്നതിന് ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള ഭാഗമായിരുന്നല്ലോ പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെടുത്തങ്ങ് സുപ്രീം കോടതി മാറ്റി കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ റിപ്പീൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാവുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുമുണ്ട്. ഇവിടെ നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിന് രണ്ട് തരത്തിൽ സമയപരിധി നിശ്ചയിക്കുന്നു എന്നുള്ളത് എന്തിനാണ്? ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകരുത്. ഈ ബിൽ നിയമമാക്കുന്നത് എന്തിനാണ്? ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ ഈ ബില്ല് കൊണ്ടുവരുന്നതും നിയമം പാസ്സാക്കുന്നത്. അപ്പോൾ ജനത്തിന് അത് ഉപകാരപ്പെടാതെ പല കാര്യങ്ങളും നീണ്ടുപോവുകയാണ്. ഒരു കാര്യവുമില്ലാതെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു കാര്യത്തിന് ഒരു സമയപരിധി വെക്കുകയാണ്. അപ്പോൾ ഗവർണർക്ക് ഗവർണറുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ രാഷ്ട്രീയ താല്പര്യപ്രകാരമോ ഒന്നും ഒരു കാര്യത്തിലും ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഈ ഗവർണർ അനുമതി നിഷേധിച്ച ബില്ലുകൾ അത് നിയമസഭ വീണ്ടും പാസ്സാക്കി തിരിച്ചയക്കുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. അവിടെയും ഇപ്പോൾ ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന ക്ലോസിൽ പിടിച്ചുകൊണ്ട് അതും നീട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും സമയപരിധി വെച്ചത് അത് ഗവർണർമാർക്ക് കൃത്യമായ ഒരു നിർദ്ദേശമായി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്.